ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും മത്സരിപ്പിക്കാൻ സിപിഎം തീരുമാനം. ജി സുധാകരൻ പാർട്ടിയുടെ നേതൃനിരയിൽ തിരിച്ചെത്തി. ജനപ്രിയ നേതാക്കളെ മുൻനിർത്തി പ്രതിച്ഛായ തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി നീക്കം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറ്റി നിർത്തിയ ജനപ്രിയ നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കാൻ ഒരുങ്ങി സിപിഎം നേതൃത്വം. മികച്ച ഭരണതന്ത്രജ്ഞർ എന്നറിയപ്പെട്ട മുതിർന്ന നേതാക്കളെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തിയത് തിരിച്ചടിയായി എന്ന പൊതുവികാരമാണ് സിപിഎം അണികളിൽ പോലുമുള്ളത്. കെ ശൈലജ, ടി.എം. തോമസ് ഐസക്, ജി സുധാകരൻ തുടങ്ങിയ നേതാക്കൾ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഉണ്ടാകണമെന്ന് രാഷ്ട്രീയത്തിന് അതീതമായി ആഗ്രഹിച്ചിരുന്നവരാണ് പൊതുസമൂഹം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. അതുകൊണ്ടുകൂടിയാണ് എത്ര തവണ മത്സരിച്ചു എന്ന് കണക്കാക്കാതെ ജനപ്രിയ നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഎം തീരുമാനമെടുത്തത്. ഇതോടെ കെ ശൈലജയും തോമസ് ഐസക്കും ജി സുധാകരനും മത്സരിക്കാൻ സാധ്യതയേറിയിരിക്കുകയാണ്. കെ ശൈലജ ആരോഗ്യവകുപ്പ് മന്ത്രിയായിരിക്കെ കൈവരിച്ച നേട്ടങ്ങളൊന്നും സ്വന്തമാക്കാൻ ഇപ്പോഴത്തെ മന്ത്രി വീണ ജോർജിന് കഴിഞ്ഞിട്ടില്ല. ധനകാര്യമന്ത്രിയായിരിക്കെ തോമസ് ഐസക് കൈവരിച്ച നേട്ടങ്ങൾ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. അതുപോലെ തന്നെയാണ് പൊതുമരാമത്ത് മന്ത്രി എന്ന നിലയിൽ ജി സുധാകരൻ കൈവരിച്ച അനന്യ നേട്ടങ്ങളും. സമീപകാലത്ത് ജി സുധാകരനും സിപിഎം ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും തമ്മിൽ വലിയ തർക്കങ്ങളാണ് നിലനിൽക്കുന്നത്. പാർട്ടി ബ്രാഞ്ച് തലത്തിലേക്ക് അദ്ദേഹത്തെ ഒതുക്കുകയും ചെയ്തു. ഇതിലെല്ലാം അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയാണുള്ളതും. തനിക്ക് യോജിപ്പില്ലാത്ത കാര്യങ്ങൾ ആരുടെ മുഖത്ത് നോക്കിയും ഉറച്ചു പറയുന്നതാണ് സുധാകരന്റെ പ്രവർത്തന ശൈലി. ഇതുവഴി അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിൽ തന്നെ ഒട്ടേറെ ശത്രുക്കളെ സൃഷ്ടിച്ചിട്ടുമുണ്ട്. സുധാകരൻ പാർട്ടി ബന്ധം ഉപേക്ഷിച്ച് മറ്റു പാർട്ടിയിൽ ചേരാൻ പോകുന്നുവെന്ന വിധത്തിൽ പുകമറകളും ഇടക്കാലത്ത് ഉയരുകയുണ്ടായി. ഈ സന്ദർഭത്തിലാണ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കണമെന്ന ആവശ്യം ഇടതുമുന്നണിയിൽ ശക്തമായത്. സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗം CS സുജാതയും ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസറും സുധാകരന്റെ വീട്ടിലെത്തി അനുനയ ചർച്ചകൾ നടത്തിയത് ഈ സന്ദർഭത്തിലാണ്. തുടർന്നാണ് പാർട്ടിയുടെ നേതൃനിരയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം സമ്മതം അറിയിച്ചത്. ഇപ്പോൾ ബ്രാഞ്ച് ഘടകത്തിൽ പ്രവർത്തിക്കുന്ന സുധാകരൻ ജില്ലാ ഘടകത്തിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട്. കൂടാതെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ജില്ലയുടെ മേൽനോട്ട ചുമതലയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്കൊപ്പം ജി സുധാകരനും ചുമതല നൽകാൻ സിപിഎം നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം, സ്ഥാനാർത്ഥികൾ ആരായിരിക്കണം തുടങ്ങിയ നിർണായക തീരുമാനങ്ങൾ കൈക്കൊള്ളുന്ന കമ്മിറ്റിയിലേക്കാണ് ജി സുധാകരനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ സിപിഎം നേതൃത്വവുമായുള്ള തർക്കങ്ങളുടെ മഞ്ഞുരുകിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തെ അത്യന്തം പ്രാധാന്യത്തോടെയാണ് ഇടതുപക്ഷ പ്രവർത്തകർ സ്വാഗതം ചെയ്യുന്നത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ ജി സുധാകരൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതയും ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും സജീവ പ്രവർത്തന രംഗത്തേക്ക് എത്തിക്കാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർജിക്കൽ സ്ട്രൈക്ക് വിജയകരമാകുന്നുവെന്ന് വ്യക്തമാകുന്ന കാഴ്ചകൾ തന്നെയാണിത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFന് മുൻതൂക്കം ലഭിച്ചാൽ ഇവർക്കെല്ലാം മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉണ്ടാകുമെന്നതും ഉറപ്പാണ്. ഈ വിധം വസ്തുതകൾ കൂടി പൊതുസമൂഹത്തിൽ ചർച്ചകളാക്കി തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങാനാണ് സിപിഎം തീരുമാനം.